നമുക്ക് കർത്താവിനെ നോക്കി ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കർത്താവ് ഞങ്ങളോട് സംസാരിക്കുവാൻ എത്ര അധികം ആഗ്രഹിക്കുന്നൊരു കർത്താവ്, വചനമാകുന്ന കർത്താവ്. കർത്താവേ, അവിടുത്തെ പേര് തന്നെ വചനമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എപ്പോഴും ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, ഞങ്ങളോട് സംസാരിക്കുവാനായിട്ട് വാഞ്ചിക്കുകയും ലോങ് ആഫ്റ്റർ ചെയ്യുകയും ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അതെ കർത്താവേ, അവിടുന്ന് ഞങ്ങൾ എത്രയധികം വിലമതിക്കുന്നു. ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ, എങ്കിലും ഞങ്ങളെ എത്രയധികം സ്നേഹിപ്പാനും ഞങ്ങളെ കരുതുവാനും ഞങ്ങളെ കർത്താവേ അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുക എന്ന് കൽപ്പിക്കുവാനും ഒക്കെ കർത്താവേ അവിടത്തേക്ക് മനസ്സായല്ലോ. ഞങ്ങളെ അവിടുത്തെ മുമ്പാകെ, അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും ജീവനുള്ള യാഗമായിട്ട് ഞങ്ങളെ തന്നെയും ദേഹം, ദേഹി, ആത്മാവ് കർത്താവേ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി സ്നേഹത്താൽ നിറച്ച് അവിടുത്തെ ശബ്ദത്തെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യനാമത്തെ മുഹൂർത്തപ്പെടുത്തുന്ന എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ ആമീൻ. ആമീൻ. നമ്മൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കാൻ ദൈവം സഹായിച്ചു. വെളിപ്പാട് 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വരെ നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം യോഹന്നാന് ദൈവം പത്മോസിന് നൽകിയ ആ വെളിപ്പാട്, അത് കഴിഞ്ഞിട്ട് 2-3 അധ്യായങ്ങളിലെ സഭകൾക്കുള്ള ദൂതും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് സ്വർഗത്തിലുള്ള ആരാധന 4-5 അധ്യായങ്ങളിൽ പറഞ്ഞിട്ട് മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ ഈ ഭൂമിക്ക് മേൽ വരാനിരിക്കുന്ന അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചും ന്യായവിധികളെക്കുറിച്ചും ഒക്കെ പറയുന്ന ആ മുദ്രയിടപ്പെട്ട പുസ്തകത്തിൻ്റെ ഓരോ മുദ്രകളായിട്ട് പൊട്ടിക്കുമ്പോൾ, അത് പൊട്ടിക്കാൻ യോഗ്യനായിട്ട് യേശു കർത്താവ് കാണപ്പെടുക, ആ ഓരോ മുദ്രകളായിട്ട് പൊട്ടിക്കുമ്പോൾ അന്ത്യകാല സംഭവങ്ങൾ ഓരോന്നായിട്ട് നടക്കുന്നതും അങ്ങനെ ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷമുള്ള കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ വരവിങ്കിൽ ഭൂമിക്ക് മേൽ പകർന്നൊഴിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. കർത്താവ് വരുന്നതിന് മുമ്പായിട്ട് സാത്താൻ്റെ ക്രോധം എതിർ ക്രിസ്തുവിലൂടെ സഭയ്ക്ക് മേലൊരു മഹോപദ്രവമായിട്ട് ഒരു 3.5 വർഷക്കാലം ഉണ്ടായിരിക്കും. അത് സഭ അതിലൂടെ കടന്നു പോകുന്നു. നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ നമ്മൾ എല്ലായിടത്തും കാണുന്നു. അതിനുശേഷം കർത്താവിൻ്റെ വരവെങ്കിൽ, അപ്പോൾ സാത്താൻ്റെ ക്രോധമുണ്ട്, ദൈവത്തിൻ്റെ ക്രോധമുണ്ട്. അത് രണ്ടും കൂടെ പലപ്പോഴും പലരും അത് ഇൻ്റർചേഞ്ചബിളി പറഞ്ഞ് കൺഫ്യൂസ്ഡായിട്ട് പല തെറ്റായ മിസ്കൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം സാത്താൻ്റെ ക്രോധമുണ്ട്, ദൈവത്തിൻ്റെ ക്രോധമുണ്ട്. സാത്താൻ്റെ ക്രോധം കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ആ 3.5 വർഷക്കാലം അത് എതിർ ക്രിസ്തുവിലൂടെയും കള്ളപ്രവാചകനിലൂടെയും, സാത്താന്യ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും ഒരു സാത്താന്യ തൃത്വമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അവസാനത്തെ ആ 3.5 വർഷക്കാലം സഭയുടെ മേൽ, ഇസ്രായേലിൻ്റെ മേലുള്ള ആ ഒരു മഹോപദ്രവം, സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽസിലോട്ട് ഇപ്പം പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ, അപ്പോൾ ആ മഹോപദ്രവത്തിലൂടെ കടന്നു പോയി ആഫ്റ്റർ ദി ട്രിബുലേഷൻ, നമ്മൾ ആ മത്തായി 24-29 വായിക്കുന്നത് പോലെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ട്രിബുലേഷൻ, പീഡനത്തിൻ്റെ ഉപദ്രവത്തിൻ്റെ നാളുകൾക്ക് ശേഷം കർത്താവിൻ്റെ 2-ാമത്തെ വരവ് സംഭവിക്കുന്നു. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് കാലുകുത്തുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ ക്രോധാഗ്നി ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടുക ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ക്രോധാഗ്നി, ദൈവത്തിൻ്റെ ആ ഒരു ന്യായവിധി ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടുന്നൊരു കാര്യമാണ് നമ്മൾ വെളിപാട് 8-ാം അധ്യായത്തിലും വെളിപാട് 16-ാം അധ്യായത്തിലും, 8ഉം 16ഉം ഓർക്കാൻ എളുപ്പം, 8-16. 8-ാം അധ്യായത്തിൽ മാത്രമല്ല 8-9 അധ്യായങ്ങളിലും 16-ാം അധ്യായത്തിലും ഒക്കെ ഈ അത് പല കാഹളങ്ങളോട്, ട്രംപറ്റ്സിനോട് ഉപമിച്ചിട്ടാണ് 8-9 അധ്യായങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ 16-ാം അധ്യായത്തിൽ വയൽസ് ഓർ ബൗൾസ് അല്ലെങ്കിൽ കലശങ്ങൾ എന്നുള്ള, ക്രോധ കലശങ്ങൾ എന്നുള്ള നിലയിലാണ് 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ ഓരോ കാഹളങ്ങളും, ആദ്യത്തെ കാഹളം, 2-ാമത്തെ കാഹളം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ക്രോധ കലശങ്ങളും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട്, അപ്പം അത് ഏകദേശം ഒരേ സമയത്ത് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈ ക്രോധാഗ്നി അവിശ്വാസികളായിട്ടുള്ള മനുഷ്യർക്ക് മേലെ, അപ്പോൾ കർത്താവിൻ്റെ 2-ാമത്തെ വരവ് ആകുമ്പോഴത്തേക്കും, ഈ മഹോപദ്രവത്തിന് ശേഷം കർത്താവിൻ്റെ 2-ാമത്തെ വരവ് ആകുമ്പോഴത്തേക്കും സഭ അങ്ങ് എടുക്കപ്പെടുന്നു. അത് കർത്താവ് രാവിലെയാണോ രാത്രിയിലാണോ വരുന്നതെന്ന് ചിലർ ചോദിക്കും. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഇവിടെ രാവിലെയാണെങ്കിൽ അമേരിക്കയിലൊക്കെ രാത്രിയിലായിരിക്കും. അവിടെ അപ്പോൾ അതുകൊണ്ട് അത് അർദ്ധരാത്രിയിലൊരു
പ്രിയൻ വരുന്ന ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ അവിടെ 10 കന്യകമാരുടെ ഉപമയിൽ പറയുമ്പോൾ അവിടെ അതുകൊണ്ട് കർത്താവ് അർദ്ധരാത്രിയിൽ വരുന്നത് നമുക്ക് പറയാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ അർദ്ധരാത്രിയിലാണെങ്കിൽ അവിടെ അമേരിക്കയിലുള്ള വിശ്വാസികൾക്ക് അത് പകലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അർദ്ധരാത്രി എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു ഉപദ്രവത്തിൻ്റെ രാത്രിയാണ് അവിടെ ഉപമയിൽ ആലങ്കാരികമായിട്ട് അവിടെ അർദ്ധരാത്രിയിൽ പ്രിയൻ വരുന്ന ഒരു ശബ്ദം, മണവാളം വരുന്ന ശബ്ദം കേൾക്കുന്നതിനെ കുറിച്ച് മത്തായി 25 ആദ്യത്തെ 13 വാക്യങ്ങളിലുള്ള 10 കന്യകമാരുടെ ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതായിട്ടുള്ള കന്യകമാരുടെ ഉപമയിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ കർത്താവിൻ്റെ വരവിങ്കിൽ മരിച്ചവരായ സഹോദരങ്ങളെ ആദ്യം ക്രിസ്തുവിൽ മരിച്ചവരായിട്ടുള്ളവർ ഇപ്പോൾ ഇന്ന് നമ്മളിപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇയാൻ ബ്രദറിൻ്റെയൊക്കെ ഫ്യൂണറൽ സെറമണി അത് ലൈവായിട്ട് പലരും യൂട്യൂബിലൊക്കെ ലൈവ് സ്ട്രീമായിട്ടൊക്കെ കണ്ടു കാണും. അപ്പോൾ സാക് ബ്രദറിൻ്റെ കൂടെ CFC ചർച്ച് തുടങ്ങാനായിട്ട് ദൈവം ഉപയോഗിച്ച ആ co-founder-ആയിട്ടുള്ള പ്രിയ സഹോദരനെ ദൈവം കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് വിളിച്ചു ചേർത്ത്. അപ്പം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മരിച്ചവരായ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ മരിച്ചവരായ സഹോദരങ്ങൾ ഇയാൻ ബ്രദറും അങ്ങനെയുള്ള മരിച്ചവരായ നമ്മുടെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ മരിച്ചവരായിട്ടുള്ളവരെല്ലാം ആദ്യമേ ഉയർത്തെഴുന്നേക്കും. പിന്നെ ജീവിച്ചിരിക്കുന്നവരായ നാമം നമ്മൾ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് മിക്കവർക്കും അറിയാവുന്ന പോർഷൻസൊക്കെയാണ് 1 തെസ്സലോനിയർ 4 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. 1 തെസ്സലോനിയർ 4 അധ്യായത്തിന് 13 മുതലുള്ള വാക്യങ്ങളൊക്കെ ഇങ്ങനെ അത് പലപ്പോഴും ഫ്യൂണറൽ സെറമണിയിലൊക്കെ വായിക്കുന്ന വാക്യങ്ങളൊക്കെ ആയതുകൊണ്ട് പലർക്കും പരിചയമുള്ളതും നമ്മളെല്ലാവരും വചനം അറിയാവുന്നവരൊക്കെയാണല്ലോ. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ 1 തെസ്സലോനിയർ 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവരാണ് ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്ന. അവർ കണ്ണുമയ്ക്കുന്ന നേരത്തെ പുനരുദ്ധാന ശരീരം കിട്ടുന്നതെന്നൊക്കെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ, കണ്ണെന്ന് വെക്കാൻ എത്ര സമയം എടുക്കും? ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി. എത്ര സമയം എടുക്കും? നമ്മുടെ ഒഫ്താൽമോളജിസ്റ്റ് സുജിസ്റ്ററോട് ചോദിച്ചാൽ സിസ്റ്റർ എത്ര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എടുക്കുന്നതൊക്കെ പറയും. അപ്പം ആ നേരത്തിനുള്ളിൽ പെട്ടെന്ന് പുനരുദ്ധാന ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, പൗലോസ് അത് എഴുതുമ്പോൾ നാം എന്ന് പറയുമ്പോൾ പൗലോസിനും കർത്താവ് വരുമെങ്കിൽ പൗലോസും ജീവനോടെ ഇരിക്കുന്നുള്ള പ്രത്യാശയോടെ പൗലോസ് എഴുതി തന്നെ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും 2 തിമോത്തിയോസ് 4 അധ്യായം 2 തിമോത്തിയോസ് എഴുതുമ്പോഴത്തേക്കും പൗലോസ് പറയുന്നുണ്ട് എൻ്റെ നിര്യാണകരെ അടുത്തിരിക്കുന്നു. അവിടെ റോമൻ കാരാഗൃഹത്തിൽ താനായിരിക്കുമ്പോൾ തൻ്റെ നിര്യാണകരെ അടുത്തിരിക്കുന്ന ദൈവത്തിൽ നിന്നൊരു വെളിപ്പാടോടുകൂടി 2 തിമോത്തിയോസ് 4:6 പൗലോസ് പറയുന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഈ 1 തെസ്സലോനിയർക്ക് എഴുതുമ്പം ആ ഒരു പ്രത്യാശ, നമ്മളുടെ പ്രത്യാശ അത് ഗ്രേവ് അല്ല സ്കൈ ആണെന്ന് സാക് ബ്രദറൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളെ കല്ലറയിലേക്ക് നോക്കിയല്ല ജീവിക്കുന്നത്, മറിച്ച് ഉയരത്തിലേക്ക്, ആകാശത്തിലേക്ക് നോക്കി എൻ്റെ പ്രിയൻ്റെ രണ്ടാമത്തെ വരവിനെ നോക്കി, ആ വിശ്വാസ നായകനെ പൂർത്തി വരുന്ന യേശുവിനെ നോക്കി, ആ യേശു കർത്താവ് വരുന്ന ആ വാനമേഘങ്ങളിൽ ആ ആകാശമാണെന്ന് പറയുമ്പോൾ ആകാശത്തിൽ കർത്താവ് വേഗം വരും, എന്നെ ചേർപ്പാനായിട്ട് വരും എന്നുള്ള പ്രത്യാശയോടെ നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു പക്ഷേ കർത്താവ് വരുന്നതിന് മുമ്പായിട്ട് ദൈവം നമ്മളെ മരണത്തിൽ വിളിക്കുകയാണെങ്കിലും അവിടെ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ റോമർ 5:5 വാക്യത്തിൽ ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിൻ്റ് എന്നും പറഞ്ഞൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 1 തെസ്സലോനിയർ 4:17 വാക്യത്തിൽ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും. എത്ര വലിയൊരു പ്രത്യാശയാണ് നമുക്ക് ക്രിസ്തുവിൽ മരിച്ചവരായിട്ടുള്ള പലരുടെയും വേർപാടിൻ്റെ ദുഃഖവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമെന്ന്. കർത്താവ് വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മൾ ആ കഴിഞ്ഞ ആഴ്ച നമ്മൾ പാടിയൊരു പാട്ടുണ്ടല്ലോ, സ്വർഗരാജ്യ നിരൂപണമെൻ ഹൃദയവാഞ്ചയാം എന്ന് പറഞ്ഞ് നമ്മൾ ആ പാട്ടിനകത്തും ആ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച പാടിയുണ്ട്. ഈ ആഴ്ച ഇന്ന് നിങ്ങൾക്ക് പാടാൻ ചില അതും അതുപോലെ ഒരു സ്വർഗത്തിൻ്റെ പ്രത്യാശ. അന്ന് നാം എല്ലാവരും ക്രിസ്തുവിനോടുകൂടെ നിത്യമായിട്ട് വാഴും, വേർപിരിയാതെ വാഴും. അത് 345 പാട്ട് നമ്മുടെ പാട്ടുപുസ്തകത്തിൽ. സ്വർഗരാജ്യ നിരൂപണവൻ ഹൃദയവാഞ്ചിയാൻ ദൈവദൂതർ കൂട്ടത്തിൽ സ്നേഹിതരെ കാണാം, അങ്ങ് എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും. നമ്മളെല്ലാം എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ പാർക്കും. രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ആ ഗീത ഇമ്പമായി ഇപ്പോഴും കേൾക്കുന്നു. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം. സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടത്തിൽ എന്നെ ആത്മാവിന്ന് വിരിപ്പാൻ കാക്ഷിക്കുന്നു എന്നില്ല. ആ ഒരു സ്വർഗത്തിൻ്റെ ആ ഒരു പ്രത്യാശ ഇന്ന് തന്നെ നമുക്ക് ആ പ്രത്യാശ സ്വർഗത്തിൻ്റെ ഒരു മുൻരുചി പരിശുദ്ധാത്മാവിനെ നിറവിൽ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ അത് ആരംഭിക്കണം. എന്നാൽ അതിൻ്റെ ആ ആക്ഷരികമായിട്ട് ആ സ്വർഗത്തിൽ നമ്മൾ കർത്താവിനെ ആക്ഷരികമായിട്ട് മുഖാമുഖം കണ്ടുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നു.
അന്ന് വിശുദ്ധന്മാരോടൊത്ത് വേർപിരിയാതെ അങ്ങ് എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം എന്നുള്ള ആ പാട്ട് അത് എത്ര വലിയൊരു പ്രത്യാശയാണ്. അപ്പം അത് ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളൂ എന്നാണ് അവിടെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ തിരിച്ച് ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ആ കർത്താവ് വരുമ്പോൾ ആദ്യം ഓൾറെഡി ക്രിസ്തുവിൽ മരിച്ചവരായിട്ടുള്ളവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവിച്ചിരിക്കുന്നവരായ നാമം രൂപാന്തരപ്പെട്ട് കണ്ണമിക്കുന്ന നേരത്തിൽ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോടുകൂടി എടുക്കപ്പെടും. അങ്ങനെ കർത്താവിനോടൊപ്പം ചേർന്ന് കർത്താവ് ആദ്യം കർത്താവിൻ്റെ കാല് ഒലിവുമലയിൽ വെക്കുന്ന ഒരു കാര്യമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ കാര്യം വെളിപാട് 16-ാം അധ്യായത്തിലെ ആ കോണ്ടെക്സ്റ്റ്, അവിടെ വലിയൊരു എർത്ത് ക്വേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്ന കാര്യം കർത്താവ് രണ്ടാമത്തെ വരവെങ്കിൽ അവിടെ ആ 17-ാമത്തെ വാക്യത്തിൽ വെളിപാട് 16-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇറ്റ് ഈസ് ഡൺ, 17-ാമത്തെ വാക്യത്തിൽ അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. സംഭവിച്ചു തീർന്നു, അതായത് ആ ക്രോധകലശം അവസാനത്തെ 7-ാമത്തെ ക്രോധകലശവും കൂടെ ആയപ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അവിടെ ക്രൂസിലും കർത്താവ് പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവർത്തിയായി, ടിലയാവൂ എന്ന് അവിടെ നമ്മുടെ യോഹന്നാൻ 19-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവിടെ കർത്താവും ക്രൂസിൽ പിതാവിൻ്റെ പാപത്തിന് മേലുള്ള ആ ക്രോധാഗ്നി, പിതാവിൻ്റെ ക്രോധാഗ്നി, പാപത്തിന് മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി, യേശു കർത്താവും ക്രൂസിൽ ആ ക്രോധകലശങ്ങളെല്ലാം കർത്താവിൻ്റെ മേൽ ഒഴിക്കപ്പെട്ടു. കർത്താവ് ആ 3 നാഴിക നേരം കൊണ്ട്, ആ ഇരുള് വ്യാപിച്ച് 3 നാഴിക നേരം കൊണ്ട് ദൈവമേ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ച് തുടങ്ങുന്ന ആ 3 നാഴിക നേരം, അതായത് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള ആ ഒരു 3 നാഴിക നേരം എല്ലാവരും കൈവിടപ്പെട്ടവനായിട്ട്, പിതാവിനാലും കൈവിടപ്പെട്ടവനായിട്ട് അന്ധകാരത്തിൽ നമുക്കായിട്ട്, എനിക്കായിട്ട്, കർത്താവ് നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് നിത്യമായിട്ടുള്ള നരകാഗ്നി, പാപത്തിൻ്റെ ശിക്ഷയെല്ലാം ചുവന്നൊഴിച്ച് കർത്താവിൻ്റെ മേലും കർത്താവ് ക്രോധാഗ്നി എല്ലാം സഹിച്ചതിന് ശേഷം കർത്താവ് പറയുന്നത് എന്താ? എനിക്ക് ദാഹിക്കുന്നു. കഴിഞ്ഞ ദിവസം സാഗ്ബറിൻ്റെ ഒരു മെസ്സേജ്, അത് ഏത് മെസ്സേജാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല, അതായത് അതിനകത്ത് പേര് പറയുമായിരുന്നു, കർത്താവ് ആ നരകത്തിൻ്റെ ക്രോധാഗ്നി എല്ലാം സഹിച്ച് തീർത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെ നമ്മൾ യോഹന്നാൻ 19-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, കർത്താവ് ഈ നരകാഗ്നി എല്ലാം അനുഭവിച്ചതിന് ശേഷം പറയുന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇൻറ്റൻസ് തേഴ്സ്റ്റാണ്. അതേ കാര്യം തന്നെ നമ്മളെവിടെ വായിക്കുന്നത്? നരകത്തിൽ വലിയ ദാഹമാണെന്ന് എവിടെ വായിക്കുന്നത്? ലൂക്കോസ് 16-ാം അധ്യായത്തിൽ ലാസറിൻ്റെ ഉപമയിൽ ലാസർ വെള്ളം വന്ന് വെള്ളത്തിൽ വിരൽ തൊട്ട് എൻ്റെ നാവിനൊന്നും തൊടണമേ എന്ന് പറയുന്ന ദാഹം എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? വെള്ളത്തിൽ നിന്ന് വിരൽ തൊട്ട് നാവിൻ്റെ മേൽ വെച്ച് എന്ത് ദാഹം തീരാനായി? എന്നാൽ അതുപോലെയുള്ള ഒരു ഇൻറ്റൻസ് തേഴ്സ്റ്റ്, ആ നരകത്തിൻ്റെ ആ ഒരു അവസ്ഥ, അത് എത്ര ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. ലൂക്കോസ് 16-ൽ നമ്മളത് വായിക്കുന്നു. ഇവിടെ യോഹന്നാൻ 19-ാം അധ്യായത്തിലെ കർത്താവ് ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് 28-ാമത്തെ വാക്യം, യോഹന്നാൻ 19-ന്റെ 28-ാമത്തെ വാക്യം, അതായത് ആദ്യത്തെ 3 നാഴിക നേരത്താണ് കർത്താവ്, അത് 9 മുതൽ 12 മണി വരെയുള്ള ആ സമയത്താണ് അമ്മയെ യോഹന്നാനെ അമ്മയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നതൊക്കെ വായിക്കുന്ന 27-ാമത്തെ വാക്യത്തിലേക്ക്. എന്നാൽ ആഫ്റ്റർ ദിസ് പിന്നെന്ന് പറയുമ്പോൾ ഈ അവിടെ ആ 3 നാഴിക നേരം ഇരുളിലായിരുന്ന കാര്യമേ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് നമ്മൾ ആ ഒരു ഇരുളിനെ കുറിച്ചും പിന്നെ ബാക്കിയുള്ള സുവിശേഷങ്ങളിലും എൻ്റെ ദൈവമേ എൻ്റെ പിതാവേ എന്ന് പോലും വിളിക്കാൻ സാധിക്കാതെ ലോകത്തിന് ന്യായാധിപൻ ആയിട്ടുള്ള ദൈവത്തിന് മുമ്പാകെ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കാതെ പിതാവ് പുത്രൻ എന്നുള്ള ആ ഒരു ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ട് നമുക്ക് വേണ്ടി നരകാഗ്നി സഹിച്ച് കർത്താവ് 28-ാമത്തെ വാക്യത്തിൽ പിന്നെ ആഫ്റ്റർ ദിസ്, യോഹന്നാൻ 19-ന്റെ 27 പിന്നെ ശിഷ്യനോട് 28-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ശേഷം, പിന്നെ എന്നുള്ളത് 27-ാമത്തെ വാക്യത്തിലാണ്, 28-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ശേഷം. അപ്പോൾ ഈ അതിൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ അവിടെ ഒരു 3 നാഴിക നേരമുണ്ട്, അത് നമ്മൾ ബാക്കി സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമെന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒരു കർത്താവ് അത്ര വലിയൊരു ആ നരകത്തിൻ്റെ കർത്താവ് നിത്യനായ ദൈവമായതുകൊണ്ട് 3 നാഴിക നേരം കൊണ്ട് നിത്യമായിട്ടുള്ള നരകാഗ്നി ആ സർവ്വ മനുഷ്യരാശി അനുഭവിക്കേണ്ട നരകത്തിൻ്റെ ശിക്ഷ കർത്താവ് അങ്ങ് സഹിച്ച് അതിനുശേഷം കർത്താവ് പറയും എനിക്ക് ദാഹിക്കുന്നു. അവിടെ പുളിച്ച് വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു സ്പോങ് പുളിച്ച് വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. നമ്മൾ ബാക്കി സുവിശേഷങ്ങളിൽ മത്തായിയുടെ സുവിശേഷത്തൊക്കെ വായിക്കുന്നുണ്ട്. ക്രൂസിലെ കർത്താവായിരുന്ന ആദ്യത്തെ സമയത്ത് കർത്താവിന് ഈ ഒരു കുടിക്കുവാനായിട്ട് ഈ ഒരു കാടി, അല്ലെങ്കിൽ അന്ന് ക്രൂസിൽ
വേദന അനുഭവിക്കുന്ന അത്യന്തമായിട്ടുള്ള ആ വേദന മാറ്റാനായിട്ടുള്ള ഒരു അനസ്തെറ്റിക് മാതിരി, ഒരു അനാൽജസിക് മാതിരി, പെയിൻ കില്ലർ മാതിരി കൊടുക്കുന്ന ആ ഒരു കുറച്ചൊന്ന് മയങ്ങാനുള്ള ഒരു ദ്രാവകം കൊടുക്കുമ്പോൾ കർത്താവ് അത് വേണ്ട എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ സുവിശേഷങ്ങൾ, മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് കർത്താവ് ക്രൂസിൻ്റെ ആരംഭത്തിൽ അത് കുടിക്കാതിരുന്നെന്ന് വെച്ചാൽ കർത്താവിന് അറിയാം ക്രൂസിൽ തനിക്ക് ഇനിയും തികയ്ക്കാൻ വേലയുണ്ട്. എന്താ തികയ്ക്കാനുള്ളത്? ഒരു വശത്തെ കള്ളനെ പറുദീസയിലേക്ക് കൊണ്ടുപോകാനുണ്ട്. ആദ്യം ഇവരോടെല്ലാം ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുണ്ട്. അത് കേട്ട് ഒരു വശത്തെ ക്രൂസിലെ കള്ളൻ മനസാന്തരപ്പെട്ട് അവനെ പറുദീസയിലേക്ക് ആനയിക്കാനുണ്ട്. പിന്നെന്താ, അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കാനും യോഹന്നാനെ അമ്മയെ ഏൽപ്പിക്കാനും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ക്രൂസിൽ നിവർത്തിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വബോധത്തോടെ സോബറായിട്ടിരുന്നാലേ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് കർത്താവ് അവിടെ ആ ഒരു കാടിവെള്ളം കർത്താവ് കുടിക്കുന്നില്ല ആ ക്രൂസിന് ആദ്യത്തെ നാഴികകളിൽ. എന്നാൽ ഇതെല്ലാം നരകാഗ്നി എല്ലാം സഹിച്ചതിന് ശേഷം പിന്നെ കർത്താവ് അത് കുടിക്കാനായിട്ട് ചോദിക്കുന്നൊരു കാര്യം, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ എനിക്ക് ദാഹിക്കുന്നു കർത്താവിന് ലിറ്ററലായിട്ട് അക്ഷരമായിട്ട് ദാഹിച്ചു എന്ന് അവിടെ ഒരു ആലങ്കാരികം ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ ദാഹം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ ദാഹ്യത്തിന് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആരാധകർക്ക് വേണ്ടിയാണ് പിതാവിൻ്റെ ദാഹം. അതുതന്നെയാണ് യേശുവിൻ്റെ ദാഹം. പിതാവ് വാഞ്ചിക്കുന്നു, സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്നവരെ പിതാവ്, ഇങ്ങനെയുള്ളവരെ എത്ര പിതാവ് ഇച്ഛിക്കുന്നത്, വാഞ്ചിക്കുന്നത് അല്ലെങ്കിൽ ദാഹിക്കുന്നത് എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 4:23 വായിക്കുന്നുണ്ട്. സത്യത്തിലെ കർത്താവിനെ ആരാധിക്കുന്ന സത്യാരാധകരെ, ആത്മാവിലും സത്യത്തിലും കർത്താവിനോട് ഒന്നായി ചേരുന്ന സത്യാരാധകർക്കായിട്ടുള്ളൊരു ദാഹമാണ് ആത്മീയമായിട്ട് നമ്മളൊരു അർത്ഥത്തിൽ അത് പറഞ്ഞ്. എന്നാൽ ആക്ഷരികമായിട്ട് കർത്താവ് അതുപോലൊരു ഇൻറ്റൻസായിട്ടൊരു തേഴ്സ്റ്റിലൂടെ കടന്നുപോയോ. എത്ര വലിയ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളം കുടിക്കാതിരുന്നത്, ഇപ്പം ഞാൻ തന്നെ മീറ്റിങ്ങിനിടയിൽ തന്നെ എത്ര പ്രാവശ്യം വെള്ളം കുടിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി വെള്ളം കുടിക്കുക. എന്നാൽ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ യാഗമായപ്പോൾ കർത്താവ് നിത്യമായിട്ടുള്ള നരകാഗ്നി, അത്രയും ആ ദാഹം എന്നുള്ള അതിൻ്റെ ഒരു ചെറിയൊരു ആസ്പെക്റ്റ് മാത്രമായിരിക്കും. എന്നാൽ അത്രയധികം ആ ഒരു വലിയ ദണ്ഡനം എനിക്ക് വേണ്ടി കർത്താവ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് സഹിച്ചു. അപ്പം ആ കർത്താവിനെ എത്രയധികം ഞാൻ സ്നേഹിക്കേണ്ടതാകുന്നു. ആ പാപത്തിൻ്റെ ഇമ്പഭോഗം വേണ്ട. നമ്മൾ ഇന്നത്തെ ആ പാട്ടിലൊരു വരി പാടിയല്ലോ, ഇന്നത്തെ 230 പാട്ടിനകത്ത് ഒരു വരി ഉണ്ടായിരുന്നു. അത് അതിനകത്ത് ഇങ്ങനെ പാടിയത്, വാഗ്ദത്ത നാട്ടിലെ വിശ്രമമാം 230 പാട്ടിനകത്ത്, പാപത്തിന് ഇമ്പഭോഗം വേണ്ട ഞാൻ പാടുപെടാമെന്ന് യേശുവിനായി. അതായത് പാപത്തിൻ്റെ ഇമ്പഭോഗം വേണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു പാടുണ്ട്, ജഡത്തിലെ കഷ്ടമുണ്ട്. എന്നാൽ അതിൻ്റെ യേശുവിനായിട്ട് ഞാൻ കർത്താവേ ഈ ജഡത്തിലെ കഷ്ടം സഹിക്കാൻ, നമുക്ക് കോപിക്കാനും മോഹിക്കാനും അസൂയപ്പെടാനും കയ്പായിട്ടിരിക്കാൻ, പാപത്തിലേക്ക് പോകാൻ നിഗളിക്കാനോ നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യാനോ ഉള്ള അത് ചെയ്യുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്, ജഡത്തിൻ്റെ സന്തോഷം. എന്നാൽ അത് വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കോപിക്കാനും വല്ലാതെ അങ്ങ് കോപിച്ച് ഒരാളെ കയ്പായിട്ടിരിക്കാൻ നമുക്ക് വല്ലാതെ ഒരു പ്രലോഭനം വരുന്നു. അപ്പോൾ അവിടെ കർത്താവ് ഞാൻ ഇവിടെ കോപിക്കുകയില്ല, മറിച്ച് കർത്താവെ അവിടുന്ന് ക്ഷമിച്ചതുപോലെ എനിക്ക് ക്ഷമിക്കണം, അവിടുന്ന് പെരുമാറിയതുപോലെ പെരുമാറണം എന്ന് പറയുമ്പോൾ ജഡത്തിലൊരു കഷ്ടമുണ്ട്. അത് പാടുപെടാമെന്ന് യേശുവിനായി എന്ന് പറയുമ്പോൾ അക്ഷരികമായിട്ടുള്ള പല കഷ്ടതകളും കാര്യങ്ങളും ഒക്കെ ദൈവം അനുവദിക്കുന്നതിന് ഓഫ്കോഴ്സ് അതും കർത്താവിനായിട്ട് പാടുപെടുന്ന. പാപത്തിന് ഇമ്പഭോഗം വേണ്ട ഞാൻ ആ ജഡത്തിലെ കഷ്ടം സഹിക്കാൻ എൻ്റെ യേശുവിനായി. മിശ്രയും സമ്പത്ത് ഏതിലും എൻ്റെ ക്രിസ്തുവിൻ്റെ നിന്നയാണ് എനിക്ക് എത്ര ധനമെന്നൊക്കെയാണ് നമ്മളിപ്പം പാടിത്തീർത്തത്. അപ്പം ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ, ഫിനിഷ്ഡ്. അത് കഴിഞ്ഞിട്ട് എല്ലാം നിവൃത്തിയായി എന്നുള്ളൊരു കാര്യം നമ്മളവിടെ യോഹന്നാൻ 19 ഇപ്പം ഞാൻ വായിച്ചു. 30 വാക്യത്തില യേശു പുളിച്ച് പിഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നമ്മളവിടെ 30 വാക്യത്തിൽ അവിടെ ടിലയാവോ എന്ന് പറയുന്നൊരു വാക്ക്, ടിലയാവോ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു അതിൻ്റെ വേറൊരു ഫോം ഓഫ് ദാറ്റ് വാക്ക് ടിലയോ എന്ന് പറഞ്ഞ് ടു ബ്രിങ് ടു എ ക്ലോസ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതേ വാക്കാണ് നമ്മൾ വെളിപാട് 15 അധ്യായത്തിൽ നമ്മൾ ആ റാത്ത് ഓഫ് ഗോഡ് ഇസ് ഫിനിഷ്ഡ്, ദൈവക്രോധം തീർന്നു. 15 വാക്യത്തിലും ദൈവക്രോധം തീർന്നു എന്ന് വെളിപാട് 15:1 നമ്മൾ വായിച്ചു. ഇവിടെയും ഇറ്റ് ഈസ് ഡൺ. നമ്മളിവിടെ വെളിപാട് 16 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദേവാലയത്തിൽ സിംഹാസനത്തിൽ നിന്ന് വന്നു, മിന്നൽ നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. അപ്പോൾ കർത്താവ് അവിടെ കർത്താവ് ഒലിവുമലയിൽ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തത്. അപ്പോസ്തലപ്രവൃത്തി 1 അധ്യായത്തിൽ
ലൂക്കോസ് 24 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുസ്തകപ്രതി 1 അധ്യായത്തിൽ ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തത്. ഉയർത്തെഴുന്നേറ്റ് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം 40ഓളം ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതിനുശേഷം കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. നമ്മൾ ലൂക്കോസ് 24 വായിക്കുമ്പോൾ ബെഥനി വരെ കർത്താവ് ശിഷ്യന്മാരോടൊപ്പം ചെന്നിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോയി എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ബെഥനി എന്ന് പറയുന്നത് ഈ ഒലിവുമലയുടെ അടിവാരത്തിലാണ്. അപ്പോൾ ആ ഒലിവുമലയുടെ ഏത് ഭാഗത്തു നിന്നാണ് കർത്താവ് പോയതെന്ന് ചോദിച്ചാൽ ആ ബെഥനി ആ സ്ഥലത്തു നിന്നാണ്, അവിടെയുള്ള സ്ഥലത്തു നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതെന്നുള്ള കാര്യം. അപ്പം കർത്താവ് പോയതുപോലെ തന്നെ വരുമെന്ന് അവിടെ ദൂതന്മാർ പറയുന്നതൊക്കെ അപ്പോസ്തലപ്രവൃത്തി 1 അധ്യായത്തിൽ നമ്മളത് വായിക്കുമ്പോൾ, അതുപോലെ തന്നെ കർത്താവ് ഈ ഒലിവുമലയിൽ കാല് ചവിട്ടുന്ന രംഗമാണ് നമ്മൾ സഖരിയാവ് 14 അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ ഇതുവരെ ഉണ്ടാകാത്ത വലിയൊരു ഭൂകമ്പം, റിച്ചർ സ്കെയിൽ ഏറ്റവും മാക്സിമം രേഖപ്പെടുത്താനൊന്നും ആൾക്കാർ കാണത്തില്ല അതിന് മുമ്പേ, അതുപോലെ ഉള്ളൊരു ഭൂകമ്പമായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ കൂടുതൽ രേഖപ്പെടുത്തി പത്രമൊന്നും വരേണ്ട, പത്രവും ലൈവ് ന്യൂസ് അപ്ഡേറ്റ്, ഫ്ലാഷ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും വരേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കും. അതുപോലത്തെ വലിയൊരു ഭൂകമ്പം, അതിനുശേഷമുള്ള അർമഗദോൻ യുദ്ധത്തിൽ കർത്താവ് എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സൈന്യത്തെ തൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കാകുന്ന പാടുകൊണ്ട് തന്നെ അവരെല്ലാം കൊല്ലുന്നതായിട്ടുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ടല്ലോ. അപ്പം ആ 19-ാമത്തെ വാക്യം, അതായത് 18-ാമത്തെ വാക്യത്തിൽ വലിയൊരു ഭൂകമ്പം, അത്ര വലിയൊരു ഭൂകമ്പം, യാതൊരു ഭൂകമ്പവും ഉണ്ടായിട്ടില്ല. 17-ാമത്തെ വാക്യത്തിൽ മഹാനഗരം, ആ മഹാനഗരം അത് യെരുശലേമിനെ കുറിക്കുന്നതാണെന്നുള്ള കാര്യം നമുക്കറിയാം. 3 അംശമായി. ഇപ്പം ആ ഒലിവുമല 2ആയിട്ട് പിരിയുമ്പം തന്നെ അവിടെ 2 പാർട്ടുണ്ട്. എന്നാൽ ജെറുസലേം ഒന്നടങ്കം ചിന്തിക്കുമ്പോൾ അത് 3 പാർട്ടായിട്ട് മാറുന്നതായിട്ടാണ് ഇവിടെ പ്രവചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അക്ഷരികമായിട്ട് സംഭവിക്കുമ്പം നമ്മൾ ഈ ഭൂമിയിൽ കാണരുത്, നമ്മൾ കർത്താവിൻ്റെ കൂടെ അവിടെ ഒലിവുമലയിൽ വന്നിറങ്ങുന്നവരായിട്ട് അവിടെ കർത്താവ് രാജ്യം സ്ഥാപിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ രാജ്യത്തെ പ്രാപിക്കുന്നവരായിട്ട് നമ്മൾ അതിനു മുമ്പേ എടുക്കപ്പെടേണ്ടവരാണ്. അപ്പോൾ 19-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിൻ്റെ ക്രോധമദ്യം, ആ ക്രോധമദ്യം എന്നുള്ള വാക്കൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആ ക്രോധമദ്യത്തെക്കുറിച്ച് സങ്കീർത്തനത്തിൽ പറയുന്നൊരു വാക്ക് പലരും ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്ന് പറയുന്ന ഒരാൾ എസ്കോട്ട് ചെയ്തൊരു കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ അത് വായിച്ചായിരുന്നല്ലോ. ആ ദൈവത്തിൻ്റെ ക്രോധമദ്യത്തെ കുറിച്ചാണ് അവിടെ സങ്കീർത്തനം 75-ന്റെ 7-8 വാക്യങ്ങളാണ് എൻ്റെ ഓർമ്മ. അതിലൊക്കെ നമ്മൾ പറയുന്നത് ആ ക്രോധമദ്യം, അത് ദുഷ്ടന്മാർ അത് മട്ടുവരെ കുടിച്ചു തീർക്കേണ്ടി വരും. എന്ന് വെച്ചാൽ തെളിനീരും ഫുള്ളായിട്ട് അതിൻ്റെ ക്രോധമദ്യം മൊത്തവും ദുഷ്ടന്മാർ കുടിച്ചു തീർക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം ജ്ഞാനമില്ലാത്ത, വിവേകമില്ലാത്ത ആൾക്കാർ വചനത്തെ മറ്റു വചനങ്ങളെ കൂട്ടിക്കളയുന്ന പോലെ അതും കൂട്ടിക്കളയുന്നു. നമ്മൾ 2 കൊരിന്ത്യർ 2 അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ ഉണ്ടല്ലോ. അവർ 2 കൊരിന്ത്യർ 2 അധ്യായത്തിൻ്റെ അവസാനം പലരും വചനം അഡൾട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു വാക്യം. അതായത് അതിൻ്റെ അവസാനം ദേ ആർ പെഡ്ലിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 2 കൊരിന്ത്യർ 2 അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. എന്നാൽ ജഡത്തിൽ സംസാരിച്ചുകൊണ്ട് ദൈവവചനത്തെ കൂട്ടിക്കളയുന്ന പരിഹാസികൾ അനേകർ, ഒത്തിരി മോക്കേഴ്സൊക്കെ വരും അവസാന കാലത്തു നിന്നൊക്കെ. നമ്മൾ ദൈവവചനത്തിൽ തന്നെ ഒത്തിരി പരിഹാസികൾ വരും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 2 പത്രോസിൽ വായിക്കുന്നുണ്ട്. മോക്കേഴ്സ് വിൽ കം. 2 പത്രോസിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലാണോ എൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ അധ്യായത്തിലൊക്കെ ഒത്തിരി മോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പരിഹാസികൾ വരുന്നതായിട്ടൊക്കെ, ദൈവജനത്തെ പരിഹസിച്ച് അതിനെ കൂട്ടിക്കളയുന്ന ആൾക്കാരൊക്കെ വരുന്നതായിട്ടൊക്കെ നമ്മൾ 2 പത്രോസ് 2-3 അധ്യായങ്ങളിലെ അവസാന കാലത്ത്, അതെ 3-ാമത്തെ അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തില്ല മോക്കേഴ്സ് വരുന്നു. ജോക്കേഴ്സ്, മോക്കേഴ്സ്, ക്ലൗൺസ് എന്നൊക്കെ പറയുന്നത് പോലെ 2 പത്രോസ് 3-ാം അധ്യായത്തിന് മലയാളത്തിൽ 4-ാമത്തെ വാക്യത്തിൽ, ഇംഗ്ലീഷിൽ 3-ാമത്തെ വാക്യത്തിൽ മോക്കേഴ്സ് വിൽ കം വിത്ത് എ മോക്കിംഗ് ഫോളോയിങ് ആഫ്റ്റർ ദെയർ ഓൺ ലസ്. 4-ാമത്തെ വാക്യത്തിൽ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കാൻ വേണ്ടിയാണ് അവർ വചനത്തെ പരിഹസിക്കുന്നത്. പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും. അന്ത്യകാലത്ത് ഇപ്പോൾ ഓൾറെഡി അന്ത്യകാലം ആയതുകൊണ്ട് ഒത്തിരി പരിഹാസികൾ പലയിടങ്ങളിൽ ഉണ്ടല്ലോ. അപ്പോൾ ആ വെളിപാട് 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ദൈവകോപത്തിന് ക്രോധമദ്യമുള്ള പാത്രം ബാബിലോൺ ദ ഗ്രേറ്റ് എന്നുള്ളൊരു പദപ്രയോഗം നമ്മൾ അവിടെയും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ കണ്ണിൽ
എന്തായിരുന്നു ഈ മഹദിയാം ബാബിലോൺ. ബാബിലോൺ എന്ന് പറഞ്ഞാൽ അതൊരു വ്യാജസഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലോകമെന്ന ജാറിൻ്റെ പിന്നാലെ പോകുന്ന ഒരു വേശ്യയാണ് ഈ ബാബിലോണെന്ന് തൊട്ടടുത്ത അധ്യായത്തിൽ, വെളിപാട് 17 അധ്യായത്തിൽ മൊത്തം ഈ വെളിപാട് 17, 18 അധ്യായത്തിലൊക്കെ ഈ ബാബിലോണിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ബാബിലോൺ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം നമ്മൾ വെളിപാട് 14:8 കണ്ടു. വെളിപാട് 14:8 നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. അവിടെ വെളിപാട് 14 അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു അനൗൺസ്മെൻ്റൊക്കെ, നമ്മൾ ദൂതന്മാരുടെ 3 അനൗൺസ്മെൻറ്റിൽ 2ാമത്തെ അനൗൺസ്മെൻറ്റ് ഈ മഹദിയെക്കുറിച്ചായിരുന്നു. ഇത് മഹദിയെക്കുറിച്ച്, ബാബിലോൺ എന്ന് പറഞ്ഞ മഹദിയെക്കുറിച്ച്. ഫോളൻ ഇസ് ബാബിലോൺ ദ ഗ്രേറ്റ്. രണ്ടാമത് വേറൊരു ദൂതൻ പിഞ്ചെന്ന് വീണുപോയി, തൻ്റെ ദുർനടപ്പിനെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. വെളിപാട് 14:8 വാക്യം. അപ്പോൾ വെളിപാട് 14:8 ഈ ബാബിലോണിന് ദ ഗ്രേറ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ 16:9 ഇപ്പം 16:9 അതിൽ 16:19 ഇപ്പം നമ്മൾ വായിച്ചു ബാബിലോൺ ദ ഗ്രേറ്റ്. അപ്പോൾ 2 തവണയുള്ള റെഫറൻസ് ആയി. പിന്നെ 17:5 18 2, 10, 21 വാക്യങ്ങളിൽ. അപ്പോൾ 1, 2, 3, 4, 5, 6 തവണ ബാബിലോൺ ദ ഗ്രേറ്റ്, ബാബിലോൺ ദ ഗ്രേറ്റ്, ബാബിലോൺ ദ ഗ്രേറ്റ്. ബാബിലോൺ ലോകത്തിന് മുമ്പിൽ മഹത്വമായിട്ടുള്ള ദൈവത്തിന് മുമ്പാകെ അർപ്പണമാക്കുന്നു എന്നാണ് ലൂക്കോസ് 16:15 നമ്മൾ വായിക്കുന്നത്. ലൂക്ക് 16:15. ലോകത്തിന് മുമ്പിൽ മഹതിയായിട്ടുള്ള ബാബിലോൺ, അത് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും അർപ്പണമാക്കുന്നൊരു കാര്യം. അത് ആ മഹദിയാം ബാബിലോണ് 7 കുന്നുകളുടെ മേലെ, 7 മലകളുടെ മേലെ ഇരിക്കുന്നതാണെന്നൊക്കെ വെളിപാട് 17:9 നമ്മൾ വായിക്കുന്നുണ്ട്. റോമ നഗരമാണ് 7 കുന്നുകളുടെ മേലെ സ്ഥിതി ചെയ്യുന്നതെന്ന് കൊച്ചു പിള്ളേർക്ക് വരെ ജനറൽ നോളജ് പഠിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു റോമ തലസ്ഥാനമായിട്ടുള്ള ആ ഒരു സഭാവ്യവസ്ഥ, സഭ എന്ന് പറയുന്ന കാര്യങ്ങളും അതിൻ്റെ ഡോട്ടർ ഹാർലറ്റ്സ് ആയിട്ടുള്ള അതിൻ്റെ വേശ്യാപുത്രിമാരായിട്ടുള്ള ഒത്തിരി അതിൽ നിന്ന് വേർതിരിഞ്ഞ് വന്ന് ദൈവത്തിൻ്റെ യേശുവിൻ്റെ നാമം എടുക്കുകയും എന്നാൽ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നതെന്ന് പറഞ്ഞാൽ കൺമോഹൻ ജഡമോഹൻ ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെ പിന്നാലെ, അതാ ലോകമെന്ന് നമ്മൾ 1 യോഹന്നാൻ 2:16 വായിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന, പണത്തിന് വേണ്ടി യേശുവിൻ്റെ നാമം ഈ ഒരു ക്രിസ്തീയ ശുശ്രൂഷ പണത്തിന് വേണ്ടി ചെയ്യുന്നവരും അതൊരു ബിസിനസ്സാക്കി ചെയ്യുന്നവരും ഒക്കെ, അതെല്ലാം ബാബിലോണിൽ ബാബിലോൺ ത്രൂ ആൻഡ് ത്രൂ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബാബിലോൺ ദ ഗ്രേറ്റ് 6 തവണ ബാബിലോൺ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ യെരുസലേമിനെ ദ ഹോളി സിറ്റി, വിശുദ്ധ നഗരം എന്നാണ്. പുത്തൻ യെരുസലേമാകുന്ന സഭയെക്കുറിച്ച് വിശുദ്ധ നഗരം എന്ന് പറയുമ്പോൾ ബാബിലോൺ ദ ഗ്രേറ്റ്. ഇന്ന് ചർച്ചിൻ്റെ ബിൽഡിങ്, അത്ര വലിയ ബിൽഡിങ്, അത്ര വലിയ കൊത്തുപണികൾ, അത്ര വലിയ അതുപോലെയൊക്കെയുള്ള വലിയ കാര്യങ്ങൾ, ലോകത്തിന് മുമ്പിൽ വലിയ മഹത്വമായിട്ടുള്ള കെട്ടിടങ്ങൾ, അതുപോലുള്ള വസ്തുക്കൾ, ആസ്തികൾ, അതുപോലെ അതിനുവേണ്ടി ഈ ആസ്തികൾക്കും വസ്തുക്കൾക്കും വേണ്ടി കോടതി കയറി അടിയിടുന്ന ആൾക്കാരെയും നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണാറുണ്ട്. അങ്ങനെ സഭയെ നമ്മൾ പേര് വിളിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ത്രൂ ആൻഡ് ത്രൂ ബാബിലോൺ വസ്തുക്കൾക്കായിട്ട്, സഭയുടെ വസ്തുക്കൾക്കായിട്ട് കേസ് കൊടുക്കുകയും വാദിക്കുകയും വഴക്കിടുകയും ജാതികളുടെ മുമ്പാകെ അപഹാസ്യരാകുന്ന രീതിയിൽ, പരിഹാസപാത്രങ്ങളാവുന്ന രീതിയിൽ നിർലജ്ജം അടിയുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന പുരോഹിതന്മാരെന്ന് പറയുന്ന ആൾക്കാരും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ബാബിലോൺ ത്രൂ ആൻഡ് ത്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ആ ബാബിലോണിൽ തന്നെ തുടരുവാണെങ്കിൽ എന്ത് പറ്റും? 18 അധ്യായത്തിൻ്റെ 4ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ബാബിലോണിൽ നിങ്ങൾ വീണ്ടും ജനിച്ചതിന് ശേഷം ഈ ബാബിലോണിൽ തുടർന്നാൽ നിങ്ങളും അതിൻ്റെ ബാധകളിൽ ഓഹരിക്കാരായിട്ട് ആവേണ്ടി വരുമെന്ന 18:4 നമ്മൾ വായിക്കുന്നത്. വേറൊരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ടു പോരുവിൻ. അവളെ വിട്ട് എത്രയും പെട്ടെന്ന് പോരുവിൻ, അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ. ഇപ്പോൾ ഒരു കെട്ടിടം തകർന്ന് വീഴാതിരിക്കാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ കെട്ടിടം തകർന്ന് വീഴുന്നതിന് തൊട്ട് മുമ്പ് ഞാനങ്ങ് മാറിക്കോളാന്ന് ചിന്തിക്കും. അത് എത്രയും വേഗം സ്ഥലം കാലിയാക്കാന്ന് വിചാരിക്കും. അതാണ്. അപ്പം ബാബിലോണിൻ്റെ മേലെ വലിയ ദൈവത്തിൻ്റെ ന്യായവിധി വരാൻ പോവുകയാണ്. അപ്പം നമ്മളായിരിക്കുന്ന സഭകളൊക്കെ ആ ഒരു ബാബിലോണിൻ സ്പിരിറ്റിലുള്ള ആ ഒരു നമ്മുടെ സഭകളൊക്കെ എന്തോ പെർഫെക്റ്റ് ആണെന്നുള്ളൊരു കാര്യമില്ല ഞാൻ പറയുന്നത്. നമ്മൾ കുറവുള്ള സഹോദരങ്ങളെ എന്ന കർത്താവിൻ്റെ ആ ഒരു വചനത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആ ഒരു കർത്താവിൻ്റെ നിർമ്മല സാക്ഷ്യത്തോടെ നമ്മൾ പ്രസവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചുറ്റുമുള്ള ഒത്തിരി ആ ഒരു നമ്മളുടെ ഇടയിലേക്കും ആ ബാബിലോണിൻ്റെ സ്പിരിറ്റ് വന്നു കയറാനുള്ളൊരു സാധ്യത എപ്പോഴും ഉള്ളൊരു ജഡത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വേറെ ആരെങ്കിലും കലറിയാനല്ല, മറിച്ച് എന്നാൽ ക്ലിയറായിട്ടുള്ള ബാബിലോണിയൻ വ്യവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വ്യവസ്ഥകളിൽ നമ്മൾ തുടർന്നുകൊണ്ടേ ഇരുന്ന് എപ്പോഴാണ് ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീണ് നമ്മളും കൂടെ ഇതിൻ്റെ കൂടെ ഈ ബാധകളിൽ ഓഹരിക്കാരാവുന്നതെന്നുള്ള കാര്യം നമുക്ക്
അറിയത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിട്ടുപോരുവിൻ എന്നുള്ളൊരു കാര്യമാണ് വെളിപാട് 18:4 നമ്മൾ വായിക്കുന്നത്. അപ്പം അത് ബാബിലോൺ ദ ഗ്രേറ്റ് എന്നുള്ളൊരു കാര്യം ഇവിടെ വെളിപാട് 16:19 നമ്മൾ വായിച്ചു. ഈ ബാബിലോൺ ഈ മഹതിക്കാണ് എന്ത് കൊടുക്കുന്നത്? മദ്യം കുടിക്കാൻ കൊടുക്കുന്നത്. എന്ത് മദ്യമാണ്? ബ്രാൻഡിയോ ബീറോ റമ്മോ ഒന്നുമല്ല. ദൈവകോപത്തിന് ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. അപ്പം ഓർത്ത് കറക്റ്റായിട്ട് ഈ മദ്യം കുടിക്കാനായിട്ട് ദൈവത്തിൻ്റെ വേറെ ബ്രാൻഡി റമ്മോ ഒന്നും കൊടുക്കാനല്ല, മറിച്ച് ദൈവത്തിന് ക്രോധമദ്യം കൊടുക്കാനായിട്ട് ഓർത്തു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ബാബിലോൺ ദ ഗ്രേറ്റ് വാസ് റിമെമ്പേർഡ് ബിഫോർ ഗോഡ്. അത് ദൈവത്തിന് അറിയാം. ദൈവം എല്ലാം കറക്റ്റായിട്ട് ഒരു ഓർമ്മപ്പശകത്തുമില്ല. നമ്മൾ മനുഷ്യരാണെങ്കിൽ ചിലപ്പോൾ ചിലത് മറന്നു പോകും, ചിലർക്ക് അത് കൊടുക്കാനും കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ. എന്നാൽ ദൈവം എല്ലാം വളരെ കറക്റ്റായിട്ട് ബാബിലോണിന് ക്രോധമദ്യം കൊടുക്കേണ്ട സമയമായി. ദൈവം ഓർത്തു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണുവാനില്ലാതെയായി. അപ്പോൾ ആ ഒരു വാക്യം കൂടി നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചായിരുന്നു. ഇപ്പോൾ 21-ാമത്തെ വാക്യം ഇപ്പോൾ നമ്മൾ അന്തിമോചനം പുസ്തകത്തിൽ നിന്ന് ഇപ്പം ജേക്കബ് വായിക്കുകയും അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ തുടർന്ന് വായിക്കുകയും ചെയ്യാം. രാജ്ബേർ ഇപ്പം അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. വാക്യം 21. താലന്തോളം കനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കൽമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. ഹർമഗദോൻ യുദ്ധത്തിന്റെ ഒരു വിവരണം സെഖര്യാവ് 14 കാണാം. യഹോവയുടെ ഒരു ദിവസം വരുന്നു, ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. സെഖര്യാവ് 14:1-2. യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് 40 വർഷത്തിന് ശേഷം റോമാക്കാർ യെരൂശലേമിൽ വന്ന് അതിനെ നശിപ്പിച്ചു. കഴിഞ്ഞ 1900 വർഷത്തിനിടയിൽ പല ജാതികളും യെരൂശലേമിന് എതിരെ വന്നു. 12, 13 നൂറ്റാണ്ടുകളിൽ കുരിശുദ്ധക്കാർ, പിന്നീട് തുർക്കികളും ബ്രിട്ടീഷുകാരും എന്നിങ്ങനെ. എന്നാൽ ലോകത്തിലെ സകല ജാതികളും അതിനെതിരെ വന്ന ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് ഭാവിയിൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ സകല ജാതികളും ആ നാളിൽ യെരൂശലേമിനോട് യുദ്ധം ചെയ്യാൻ വരും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജാതികളോട് പൊരുതും. 14-ാം 2-3. കർത്താവ് ഇറങ്ങി വന്ന് എതിർക്രിസ്തുവിന്റെ സേനകളെ നശിപ്പിച്ച് ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന് എതിരെ കിഴക്ക് ഒലിവുമലയിൽ, അത് താൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയ അതേ മലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയ ഒരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധരും വരും. 14-ാം 4-5. തുടർന്ന് അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെടും. യഹോവ സർവഭൂമിക്കും രാജാവാകും. ദേശം മുഴുവനും സമഭൂമിയായി തീരും. യെരൂശലേം നിർഭയം വസിക്കും. 14-ാം 8-9. അന്തിമയുദ്ധത്തിൽ ആളുകളുടെ അവസ്ഥ എന്തായി തീരുമെന്ന് തുടർന്ന് വിവരിക്കുന്നു. ഒരു അണുവായുദ്ധത്തിന്റെ പരിണിത ഫലം പോലെ ആണ് ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ തോന്നുന്നത്. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. 14-ാം 12-ാം വാക്യം.
ഒടുവിൽ കർത്താവ് ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൽ ഒരു കച്ചവടക്കാരനും ഒരു ബിസിനസ്സുകാരനും ഉണ്ടായിരിക്കുകയില്ല. മതത്തെയും ഒരു കച്ചവടമാക്കി മാറ്റിയവരാണ് ബിസിനസ്സുകാർ. യേശുവിന്റെ കാലത്ത് ദേവാലയത്തിൽ ഇരുന്ന പണം കൊടുത്ത് ലാഭമുണ്ടാക്കിയവരെ പോലെ ഇവർക്കും ദൈവഭക്തി എന്ന് പറയുന്നത് ഭൗതിക നേട്ടത്തിനുള്ള ഒരു മാർഗമാണ്. യേശു അന്ന് അവരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. അന്തിമ ദിവസം എല്ലാ ബിസിനസ്സുകാരും ദൈവത്തിന്റെ മന്ദിരത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. ക്രിസ്തീയത ഒരു ആദായ മാർഗവും നേട്ടവുമായിരിക്കുന്നവർ കെട്ടിപ്പടുത്ത ബാബിലോണിനെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നത്. ഇത്തരക്കാരെ പുറത്താക്കുവാൻ വേണ്ടി കർത്താവ് വീണ്ടും വരുന്നു. ഈ കുറി ദേവാലയത്തിൽ നിന്നല്ല, മറിച്ച് ക്രിസ്തീയ സഭയിൽ നിന്നാണ് ഇവരെ പുറത്താക്കുന്നത്. നമ്മളിപ്പോ വെളിപാട് 16 അധ്യായത്തിന്റെ 21 വാക്യവും അതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ അതിവിഭജന പുസ്തകത്തിൽ നമ്മളിപ്പം വായിക്കുകയും ചെയ്തല്ലോ. വെളിപാട് 16 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ താലന്തോളം ഘനമുള്ള കല്ലായി. അപ്പം ഈ വലിയൊരു ജഡ്ജ്മെന്റ്, വലിയൊരു ന്യായവിധിയായി ഈ 7ാമത്തെ കലശത്തിൽ, 7ാമത്തെ ക്രോധകലശത്തെക്കുറിച്ചാണ് നമ്മൾ 17 വാക്യം മുതൽ വായിക്കുന്നത്. അപ്പോൾ ഈ അവസാനത്തെ ക്രോധകലശം ആയപ്പോഴത്തേക്കും എല്ലാ ദ്വീപുകളും, എല്ലാ എവരി ഐലൻഡ്, നമ്മുടെ ഇവിടെയുള്ള ആൻഡമാൻ നിക്കോബറും അതുപോലെയൊക്കെയുള്ള ലക്ഷദ്വീപ്, അതുപോലെയുള്ള ഐലൻഡുകളും ബാക്കിയുള്ള ഇവിടെ എല്ലാ ഐലൻഡുകളുള്ള എവരി ഐലൻഡ് ഫ്ലഡ് അവേ, ദ മൗണ്ടൻസ് വേ നോട്ട് ഫൗണ്ട്. അവിടെ പർവ്വതങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് ഒരു അവിടെ വയനാട്ടിലൊക്കെ ഏതോ ഒരു മലയൊന്ന് വീണപ്പം തന്നെ ഉള്ള അവസ്ഥ നമുക്കറിയാം. അപ്പം പിന്നെ പർവ്വതങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്തുമായിരിക്കും അപ്പോഴത്തെ അവസ്ഥ ഭൂമിയിൽ? എന്നാൽ അതിനു മുമ്പേ നമ്മൾ എടുക്കപ്പെട്ടവരായിരിക്കണം, ആ കൂട്ടത്തിൽ നമ്മളുണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവകോപത്തിൻ്റെ സകല ദ്വീപ് ഓടിപ്പോയി. 20ാമത്തെ വാക്യം, മലകൾ കാണുവാനില്ലാതെയായ താലന്തോളം ഘനമുള്ള അബൌട്ട് 100 pounds ഈച്ച്, അത്ര കിലോ വെയിറ്റൊക്കെ ഉള്ള കല്ല്, അതൊക്കെ കല്ലായി വലിയ കൽമഴ ആകാശത്ത് നിന്ന്. ഇത് ഈ കെട്ടിടമൊക്കെ തകർന്ന് വീഴും, മലകളൊക്കെ വീഴുമ്പോൾ തന്നെ പിന്നെ ബാക്കി എന്ത് കാണുമെന്നുള്ള കാര്യം അറിയാം. എന്നാൽ പിന്നെ ആകാശത്ത് നിന്ന് വലിയ കന്മഴ ഉണ്ടാകുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. കെയിം ഡൗൺ ഫ്രം ഹെവൻ അപ്പോൺ മെൻ, വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴ, അതായത് കല്ലിൻ്റെ മഴ, കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് ദൈവം മനുഷ്യർ പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു എന്നല്ല നമ്മൾ വായിക്കുന്നത്, മറിച്ച് അവർ പഠിച്ചതേ പാടൂ എന്നുവെച്ചാൽ അവർ ദൈവത്തെ വേണ്ടാത്തവരാണ് അവിടെ ആയിരിക്കുന്നവർ. അവർ ഈ കാര്യങ്ങൾ വരുമ്പം അയ്യോ ദൈവമേ രക്ഷിക്കണേ, കരുണ ഉണ്ടാകണമേ എന്നല്ല, അവർ ദൈവത്തെ ദുഷിച്ചു. മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം നമ്മളിപ്പം സഖരിയാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് പല കൊട്ടേഷനൊക്കെ ഇപ്പം നമ്മളിപ്പം വായിച്ചതല്ലേ ഉള്ളൂ. അതായത് ഈ ഒരു സംഭവമാണ് നമ്മൾ സഖരിയാവിൻ്റെ പുസ്തകം 14 അധ്യായം. സഖരിയാവിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള പുസ്തകം. പുറകിൽ നിന്ന് മലാഖിക്ക് തൊട്ട് മുമ്പായിട്ട് സഖരിയാവിൻ്റെ പുസ്തകം 14 അധ്യായത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നൊരു കാര്യം. അതിൻ്റെ 14 അധ്യായത്തിൻ്റെ അതിൽ 2ാമത്തെ വാക്യം മുസ്ലിം സഹോദരങ്ങളാണെന്ന് തോന്നുന്നു, അത് മിസ്കോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 14 അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യം, അവർ നിൻ്റെ നടുവിൽ വെച്ച് നിൻ്റെ കൊള്ള വിഭാഗിക്കുവാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു, ദ ഡേ ഓഫ് ദ ലോർഡ്. ഞാൻ സകല ജാതികളെ യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. ദൈവം അനുവദിക്കും. ദൈവത്തിൻ്റെ പരമാധികാരത്തിലല്ല, മനുഷ്യരാണ് സാത്താൻ്റെ ആ ഒരു ഇൻസ്റ്റിഗേഷനിൽ, സാത്താൻ്റെ ആ ഒരു പ്രേരണയിൽ യെരുശലേമിനെതിരായിട്ട് യുദ്ധത്തിന് പോകുന്നത്. എന്നാൽ ദൈവത്തിനൊരു പരമാധികാരം, ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് പോലെ ദൈവം അത് അനുവദിക്കുന്നു. ദൈവം കൂട്ടിവരുത്തുന്നു സകല ജാതികളും യെരുശലേമിന് യുദ്ധത്തിനായിട്ട്. അതാണ് നമ്മളിപ്പം അതിവിഭജന പുസ്തകത്തിൽ നമ്മളിപ്പം വായിച്ചത്. അതാ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമൊക്കെ ഒരുപാട് യുദ്ധത്തിന് സാക്ഷിയാകാൻ യെരുശലേമിനെതിരായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഒത്തിരി സൈന്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ AD 70, അതായത് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് AD 30 AD 70, 40 വർഷത്തിന് ശേഷം റോമാക്കാർ യെരുശലേമിനെ
യെരുസലേമിൽ വന്നതിനെ നശിപ്പിച്ചു. ജനറൽ ടൈറ്റസിൻ്റെ കീഴിലുള്ള റോമൻ ആർമി യെരുസലേം ദേവാലയത്തെയൊക്കെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ, കർത്താവ് പറഞ്ഞ പ്രവചനപ്രകാരം തന്നെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെയൊക്കെ നശിപ്പിച്ചു. പിന്നെ 12-13 നൂറ്റാണ്ടിലേക്ക് കുരിശ് യുദ്ധക്കാർ, പിന്നീട് തുർക്കികളും ബ്രിട്ടീഷുകാരും എന്നിങ്ങനെ ഒത്തിരി പേര് യെരുസലേമിനെതിരായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ സകല ജാതികളും സകല നേഷൻസും ഇപ്പം ഇന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ അമേരിക്കയും ഇന്ത്യയൊക്കെ ഉള്ളതായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ അന്ന് ഇസ്രായേലിനെതിരെ സകല രാഷ്ട്രക്കാരും തിരിയുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പം ഇവിടെ 14-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. എന്നാൽ ലോകത്തിലെ സകല ജാതികളും അതിനെതിരെ വന്നൊരു സന്ദർഭം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് ഭാവിയിൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് ക്രിസ്ത്യൻ നേതൃത്വത്തിലെ സകല ജാതികളും ആ നാളിൽ യെരുസലേമിനോട് യുദ്ധം ചെയ്യാനായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഈ 2-ാമത്തെ വാക്യത്തിൽ ആ യുദ്ധം ചെയ്യാനായിട്ട് വരുമ്പം നഗരത്തിൽ സംഭവിക്കുന്ന ചില അപ്രിയമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളവിടെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പം എന്താ നമ്മൾ വായിക്കുന്നത്? നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ സ്ത്രീകളെ വഷളാക്കുകയും എന്നുള്ളത് അതായത് ഏതോ മുസ്ലിം സഹോദരങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു, ഈ ബൈബിളിൽ സ്ത്രീകളെ വഷളാക്കുവിൻ എന്നുള്ളൊരു കൽപ്പന, അതായത് വിമൻ റാവിഷ് അല്ലെങ്കിൽ വിമനെ റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം അന്ന് അവിടെ ഒരു സംഭവം സംഭവിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ദൈവവചനത്തിലൊരു കൽപ്പന എന്ന വണ്ണം സ്ത്രീകളെ വഷളാക്കുവിൻ, റാവിഷ് ദ വുമൻ എന്നുള്ള രീതിയിൽ ആ വചനത്തെ അങ്ങ് മിസ്കോട്ട് ചെയ്തുകൊണ്ട് സെക്കരിയാവ് 14:2 ഇങ്ങനെ നിങ്ങൾ വിശുദ്ധമാണെന്ന് പറയുന്ന ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തെ കൂട്ടിക്കളയുന്ന തരത്തിലുള്ള നമ്മളെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വചനമൊന്നും അറിയാത്തവരെ, അല്ലെങ്കിൽ വചനം പെട്ടെന്ന് റെഫറൻസ് എടുത്ത് ബൈബിളിൽ അങ്ങനെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ എന്താ സാഹചര്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അതൊന്ന് എടുത്തു നോക്കാൻ മെനക്കെടാത്ത ആൾക്കാർ പെട്ടെന്ന് ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അയ്യോ അങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര പുസ്തകമായി പോയല്ലോ, അപ്പോൾ അത് ദൈവത്തിന് വചനമല്ലായിരിക്കും എന്ന് പറഞ്ഞ് സാത്താൻ്റെ തീയമ്പ്, ദൈവവചനത്തിൻ്റെ മേലെ സംശയത്തിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തെ കൂട്ടിക്കളയുന്ന ഒരു സാത്താൻ്റെ തീയമ്പുകൾ, അങ്ങനെ വചനത്തെ കൂട്ടിക്കളയുന്ന പല മനുഷ്യരും അങ്ങനെയൊക്കെ എവിടെയോ അങ്ങനെ ഒരു ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിലാണോ അതോ ഏതോ ഒരു ബുക്കിലാണോ എങ്ങനെയോ ഇങ്ങനൊരു കൊട്ടേഷൻ ആരോ ചോദ്യം ഉന്നയിക്കുന്നതായിട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ വചനത്തിൽ ഇപ്പോൾ ഓരോരുത്തർ വചനം മിസ്കോട്ട് ചെയ്യുമ്പോൾ അത് എന്താ സംഭവിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ, ഇത് ക്രിസ്ത്യൻ്റെ നേതൃത്വത്തിൽ സകല ജാതികളും സകല രാഷ്ട്രങ്ങളെല്ലാം കൂടി ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുമ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പല അപ്രിയ സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളൊരു കാര്യം. അല്ലാതെ ദൈവം അവിടെ എന്തോ കൽപ്പിച്ച് ദൈവം അങ്ങനെ ചെയ്യാൻ പറയുന്നതായിട്ടൊന്നും അങ്ങനെയേ അല്ല. അത് മലയാളമോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ആ ഭാഷ മനസ്സിലാവുന്നവർക്ക്, തലയിൽ ആൾതാമസമുള്ളവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. പക്ഷേ സാത്താനാൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ വചനത്തെ കൂട്ടിക്കളയുന്നവർക്ക് അത് വലിയൊരു ശിക്ഷാവിധി ആയിരിക്കുന്ന നമ്മൾ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഓരോ ഇടത്തും വചനം കോട്ട് ചെയ്യുമ്പം വചനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പല കാര്യങ്ങളൊക്കെ കാണുമ്പം അത് യഥാർത്ഥത്തിൽ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്താ അവിടെ ബെറോവക്കാരെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിന് 10-11 വാക്യങ്ങളിൽ പറഞ്ഞതുപോലെ അവിടെ പൗലോസ് പ്രസംഗിച്ചപ്പം പോലും ബെരോവക്കാർ അവർ കൂടുതൽ നോബിൾ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ എന്താ തിരുവെഴുത്തിൽ അങ്ങനെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അവരെ ഒന്ന് ബൈബിളിൽ ചെന്ന് നോക്കി. അപ്പം നമ്മളും എത്രയധികം തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന തിരുവെഴുത്തുകൾ അറിയാവുന്നവരും ആയിരിക്കണം. എങ്കിലേ പല രീതിയിൽ ബൈബിളിനെ നമ്മളിപ്പോൾ ആരോടും തർക്കിക്കാനോ വാദിക്കാനോ ഒന്നും പോകണമെന്നല്ല. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ അഥവാ അറിയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ എതിരാളികളെ വായടപ്പിക്കുന്ന രീതിയിലുള്ള അട്ടറൻസ് അരുളപ്പാട് തരുമെന്നൊക്കെ ലൂക്കോസ് 21:14-15 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം കാര്യങ്ങൾ വചനത്തിൽ എന്താ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വചനം മിസ്കോട്ട് ചെയ്യുന്നവരെ നമുക്ക് അതിനെതിരെ വിശ്വാസത്തിൻ്റെ പരിചയോടുകൂടി നമുക്ക് നിൽക്കാൻ പറ്റും. സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. അപ്പം പകുതി പേര് അവിടുന്ന് അവിടെ യെരുസലേമിലുള്ള പകുതി പേര് അങ്ങ് പോകുന്നു, പ്രവാസത്തിലേക്ക് എക്സൈലായിട്ട് പോകുന്നു. ഹാഫ് ഓഫ് ദി സിറ്റി ഈസ് എക്സൈൽഡ്. പക്ഷേ ബാക്കിയുള്ളവർ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടാതെ അവിടെ തന്നെ ആയിരിക്കുന്നു. അപ്പോൾ കർത്താവ് യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജാതികളോട് പൊരുതും. ഇത് ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോട് അതാണ് അർമഗദോൻ യുദ്ധം എന്നുള്ളൊരു കാര്യം നമ്മുടെ വെളിപ്പാട് 16-ാം അധ്യായത്തിൽ ഇപ്പം നമ്മൾ വായിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 5-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിച്ചു. അതിൻ്റെ
അഞ്ചാമത്തെ വാക്യം, നാലാമത്തെ വാക്യം ഇപ്പോൾ ഞാൻ വായിച്ചു. അഞ്ചാമത്തെ വാക്യത്തിലെ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും, യഹൂദ രാജാവായ, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ നാലാമത്തെ വാക്യത്തിലാണ് ഈ ഒരു താഴ്വര രണ്ടായിട്ട്, അതായത് ഈ ഒലിവുമല രണ്ടായിട്ട് പിളരുന്നൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. അന്നാളിൽ അവൻ്റെ കാല്, അതായത് യേശുവിൻ്റെ കാല് യെരുശലേമിന് എതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ, യെരുശലേമിൻ്റെ കിഴക്കായിട്ട് ഒലിവുമല ഇന്നും ഉള്ളത്, ആ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ആ ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ആ കർത്താവ് ഒലിവുമലയിൽ വന്ന് കാല് ചവിട്ടും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് ഏത് ഡയറക്ഷനിൽ നടുവേ കീറും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കിഴക്ക് പടിഞ്ഞാറായിട്ട് കീഴുമ്പോൾ തെക്കോട്ടും വടക്കോട്ടും രണ്ട് ഭാഗങ്ങളായിട്ട്. എന്നാൽ ആ സിറ്റി ഒന്നടങ്കം നോക്കുമ്പോൾ 3 അംശമായിട്ട് ആയിത്തീരുന്ന കാര്യമൊക്കെ നമ്മളിപ്പം വെളിപ്പാട് 16 അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ മലയുടെ താഴ്വരക്കൂടെ നിങ്ങൾ ഓടിപ്പോകും എന്നുള്ള കാര്യമൊക്കെ യഹൂദന്മാരോട് പറയുന്നൊരു കാര്യമൊക്കെ നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ 5-ാമത്തെ വാക്യത്തിന് അവസാനത്ത്. ദെൻ ദ ലോർഡ് മൈ ഗോഡ് വിൽ കം ആൻഡ് ഓൾ ദ ഹോളി വൺസ് വിത്ത് ഹിം. ആ ഒരു അവിടെ മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവിച്ചിരിക്കുന്നവരെ രൂപാന്തരം പ്രാപിക്കുന്നു, അവരെല്ലാം കർത്താവിനോട് കൂടെ ചേർക്കപ്പെട്ട് കർത്താവ് ഈ ഒലിവുമലയിൽ വന്ന് കാല് കുത്തുമ്പം നമ്മളും ആരുടെ കൂടെ വരും? ദെൻ ദ ലോർഡ് മൈ ഗോഡ് വിൽ കം ആൻഡ് ഓൾ ദ ഹോളി വൺസ് വിത്ത് ഹിം. അത് നമ്മളിവിടെ വായിക്കുന്നത്. എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ 8, 9 വാക്യങ്ങൾ നമ്മളിവിടെ കോട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നല്ലോ, നമ്മൾ വായിച്ചു. ഇപ്പം അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. കർത്താവ് സഹസ്രാബ്ദ വാഴ്ച 1000 വർഷക്കാലമുള്ള ഭരണം തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ജീവജല നദികൾ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ജീവജല നദികൾ അത് എല്ലായിടത്തേക്കും പരക്കുന്നൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. യഹോവ സർവ്വഭൂമിക്ക് രാജാവാകും. ആ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചാണ് വായിക്കുന്നത്. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ. ദ ലോർഡ് വിൽ ബി ദ ഓൺലി വൺ ആൻഡ് ഹിസ് നെയിം ദ ഓൺലി വൺ എന്നൊക്കെയാണ് 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പ്രവചനത്തിൽ അതിൻ്റെ ആ 12-ാമത്തെ വാക്യത്തിലൊക്കെ ഈ അർമ്മഗദോൻ യുദ്ധത്തിൽ, അതായത് കർത്താവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള ഈ യുദ്ധത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ 12-ാമത്തെ വാക്യം, അതായത് സഖരിയാവ് 14:12 യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും, യെരുശലേമിനോട് സകല ജാതികളും യുദ്ധം ചെയ്യാൻ വരുന്നെന്ന് നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ അല്ല 2-ാമത്തെ വാക്യത്തിൽ വായിച്ചു. ഇപ്പോൾ ഇവിടെ യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെ യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷയാണിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. ഒരാൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് മാംസം ചീഞ്ഞഴുകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ അതീതമാണ് അല്ലേ. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോവും. ആ അതിൻ്റെ ആ സോക്കറ്റ്, ഐയുടെ സോക്കറ്റ് തന്നെ അങ്ങ് പെട്ടെന്ന് ചീഞ്ഞഴുകി പോകുന്നു. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോവും എന്നുള്ളൊരവസ്ഥ. അപ്പോൾ അതൊരു ആണവ യുദ്ധം, ന്യൂക്ലിയർ വാറൊക്കെ ആയിരിക്കാമോ എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചുകൂടായികയില്ല. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ടൊക്കെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താ വായിച്ചത്? 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ അവസാനത്തെ വാക്യം. അവിടെ പറയുന്നത് ബിസിനസ്സുകാരൊന്നും പിന്നെ ഉണ്ടായിരിക്കത്തില്ല സഭയിലെന്നാണ് പറയുന്നത്. ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സുഖജീവിതത്തിനായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അതല്ല, മറിച്ച് സഭയിൽ വന്ന് ആ സഭയെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സാമ്രാജ്യമായിട്ട്, ബിസിനസ്സിന് കുറച്ച് കോണ്ടാക്ട്സ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ തൻ്റെ ബിസിനസ്സിൻ്റെ ഒരു അതിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടി, ആ ഒരു ഉദ്ദേശത്തിൽ, അതായത് കർത്താവിനോട് ചേരാനായിട്ടല്ല, കർത്താവിൻ്റെ വചനം കേൾക്കാനോ കർത്താവിൻ്റെ മക്കളോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ബിസിനസ്സിനായിട്ട് സഭയിൽ വരുന്നവർ, അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷ എന്നൊരു ബിസിനസ്സായിട്ട് ഒരു ദൈവഭക്തി ഒരു ആദായമാർഗമായിട്ട്, ആദായസൂത്രമായിട്ട് ആക്കി തീർക്കുകയൊക്കെ ചെയ്യുന്ന ബിസിനസ്സുകാർ, അതിനിപ്പോൾ പാസ്റ്ററെന്നോ റെവറൻഡെന്നോ റോങ് റെവറൻഡെന്നോ റൈറ്റ് റെവറൻഡെന്നോ എന്ത് പേരിൽ വിളിക്കപ്പെട്ടാലും അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകാരൊന്നും അവിടെ ഉണ്ടാവത്തില്ലെന്ന 21-ാമത്തെ വാക്യത്തിൽ സഖരിയാവ് 14:12 അങ്ങനെയുള്ള ദ്രവ്യദാസന്മാരൊന്നും അവിടെ ഉണ്ടാവത്തില്ല. യെരുശലേമിലെ യഹൂദയിലുമുള്ള കലമുക്കിയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും എന്നുള്ളൊരു കാര്യം. കുക്കിംഗ് പോട്ട് വരെയും ഹോളി ടു ദ ലോഡ്, സെറ്റ് അപ്പാർട്ട് ഫോർ ദ ലോഡ്. യാഗം കഴിക്കുന്നവരൊക്കെയും വന്ന് വാങ്ങി
അവയിൽ വേവിക്കും. അന്ന് മുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകിയില്ല. കനാന്യൻ എന്നുള്ള വാക്ക് ഇബ്രാഹിം ഭാഷയിൽ കെനാനി. ആ കെനാനി എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം എ മേർച്ചൻ്റ് ഓർ എ ട്രേഡർ, ബിസിനസ്സുകാരൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് they will no longer be a Canaanite or a merchant or a trader. ആ സഭയിൽ ദ്രവ്യത്തെ സേവിക്കുന്നവരും പണത്തെ സേവിക്കുന്നവർ, പണത്തെ മാമോനെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കുന്നതും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുള്ള കാര്യമാണ്. ഒരുവന് പണത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമൊക്കെ ലൂക്കോസ് 16:13 വാക്യത്തിൽ കർത്താവ് പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. നമ്മുടെ തൊട്ടടുത്ത അധ്യായം വെളിപാട് 18 അധ്യായത്തിലേക്ക് പോകുമ്പോൾ 17 അധ്യായത്തിലേക്ക് പോകുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് അന്തിമോചന പുസ്തകത്തിൽ തന്നെ ആ വേഴ്സൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് അടുത്ത പോർഷനിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഇന്നത് അതിലേക്ക് പോകാൻ സമയമില്ലല്ലോ. അപ്പം ക്രിസ്തീയത ഒരു അത് നമ്മളിപ്പം അന്തിമോചന പുസ്തകത്തിൽ വായിച്ചത്, മതത്തെ ഒരു കച്ചവടമാക്കി മാറ്റിയവരാണ് ബിസിനസ്സുകാർ. ഇന്ന് തന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു കൗൺസിലിങ്ങിനായിട്ടൊരു ക്രിസ്ത്യൻ ഒരു ഫാമിലി വന്നായിരുന്നു. അപ്പം അവരിങ്ങനെ ഓരോരുത്തടത്തും പോയി വീഴും. ഇങ്ങനെ ഓരോ ഇതുപോലെയൊക്കെയുള്ള ഈ ബിസിനസ്സുകാരുണ്ട്, ക്രിസ്തീയ ബിസിനസ്സുകാരുണ്ടല്ലോ, ഇങ്ങനെ ആൾക്കാരെ വീഴ്ത്താൻ നടക്കുന്നവർ. അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്കും അവർ സജസ്റ്റ് വിളിച്ചുകൊണ്ട് ഈ പറയുന്ന കൊച്ചങ്ങ് വീഴും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചില പേരുകളൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു അതൊക്കെ ബിസിനസ് അല്ലേ. അത് അവർ പറഞ്ഞു ആ ശരിയാ ഡോക്ടർ, അതൊക്കെ ബിസിനസ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇതൊത്തിന് അങ്ങോട്ടൊക്കെ പോകും വീഴാൻ വേണ്ടി. 1000-ങ്ങളും 10,000-ങ്ങളും വലത്തും വീണാലും അതൊന്നും അടുത്ത് വരികയില്ലെന്നല്ലേ സങ്കീർത്തനം 91 പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആ കൊച്ചു വീണമൊന്നുമില്ല. പിന്നെ അതിന് ഭൂതബാധ ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വന്ന് ഈ കള്ളപ്രവാചകന്മാർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറയും ഇത് ബന്ധനമാണ്, ഇത് ഭൂതബാധയാ, ഭൂതബാധ എന്നൊക്കെ പറയും. എന്ന് ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഭൂതമെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം വെളിപ്പെട്ടതിന്. എന്നാൽ ഇത് ഭൂതബാധയും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയുള്ളൊരു കുറ്റബോധത്തിന് ആവശ്യമില്ല എന്നൊക്കെ പ്രാർത്ഥിച്ച് സമാധാനിപ്പിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അവരെ പറഞ്ഞയക്കാനൊക്കെ ദൈവം സഹായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലുള്ള ഒത്തിരി ബിസിനസ്സുകാർ യേശുവിൻ്റെ പേരും പിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ തുരത്താനാണ് കർത്താവ് അന്ന് 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് ചാട്ടവാർ എടുത്തു. ഇന്ന് ചാട്ടവാർ എടുക്കാൻ വേണ്ടി ആ ദൈവം വചനം പ്രസംഗിക്കുന്നവരെ, യഥാർത്ഥത്തിൽ വചനം പ്രസംഗിക്കാൻ വേണ്ടി കർത്താവ് ഏൽപ്പിച്ചവർ ഇതുപോലെ ചാട്ടവാർ എടുക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ കർത്താവ് ചെയ്തതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കർത്താവ് പോയ വഴിയാണ്. കർത്താവിനെ പോലെ ആയിത്തീരാൻ ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. ഇപ്പം കർത്താവ് ചാട്ടവാർ എടുത്തെങ്കിൽ നമ്മൾ ചാട്ടവാർ എടുത്തില്ലെങ്കിൽ നമ്മൾ കർത്താവിനെ പോലെ അല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനെതിരെയൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ചില സഹോദരങ്ങളൊക്കെ ചിലർ ഒഫൻഡഡായി പോകുന്നവരൊക്കെ കാണും. പക്ഷേ ഇന്ന് നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? അത് കർത്താവ് ചോദിച്ചുള്ളൂ. മതത്തെയും ഒരു കച്ചവടമാക്കിയവരാണ് ബിസിനസ്സുകാർ. യേശുവിൻ്റെ കാലത്ത് ദേവാലയത്തിൽ ഇരുന്ന് പണം മാറ്റിക്കൊടുത്ത് ലാഭം ഉണ്ടാക്കിയവരെ പോലെ അന്ന് ദേവാലയത്തിൽ കുറേ യാഗങ്ങളൊക്കെ കഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് മൃഗങ്ങളെ വേണമായിരുന്നു. അപ്പം എന്നാൽ അതൊരു ആദായ സൂത്രമായിട്ടെടുത്ത് ദേവാലയത്തിലെ ഈ ഒരു കാര്യം അതൊരു ആദായ സൂത്രമായിട്ടെടുത്ത് ഇന്നും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമൊക്കെ ഈ പല പള്ളികളിലും കൺവെൻഷനും ഒക്കെ ഇതെല്ലാം ഒരു ആദായ സൂത്രമായിട്ട് എടുക്കുന്ന പല കാര്യങ്ങളുമൊക്കെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഈ ദേവാലയത്തിൽ ഇരുന്ന് പണം മാറ്റിക്കൊടുത്ത് ലാഭം ഉണ്ടാക്കിയവരെ പോലെ ഇവർക്കും ദൈവഭക്തി എന്ന് പറയുന്ന ഒരു ഭൗതിക നേട്ടത്തിനുള്ളൊരു മാർഗ്ഗമാണ്. യേശു അന്ന് അവരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. അന്തിമ ദിവസം അത്തരം എല്ലാ ബിസിനസ്സുകാരും ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. ഇന്നും കർത്താവ് അങ്ങനെയുള്ളവരെ യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടേയിരിക്കും. ക്രിസ്തീയത ഒരു ആദായ മാർഗവും നേട്ടവുമായിരിക്കുന്നവർ കെട്ടിപ്പടുത്ത് ബാബിലോണിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നത്. ഞാൻ അന്തിമോചന പുസ്തകത്തിൽ സെനൻസനങ്ങ് വായിച്ചത്. ഇത്തരക്കാരെ പുറത്താക്കാൻ വേണ്ടി കർത്താവ് വീണ്ടും വരുന്നുണ്ട്. എന്നാൽ കർത്താവ് ആത്യന്തികമായിട്ടെല്ലാം പുറത്താക്കും. എന്നാൽ ഇന്നും അങ്ങനെയൊക്കെയുള്ള ക്രിസ്തീയത ആദായ സൂത്രമാക്കുന്നതിനെതിരെ നമ്മളും ഒരു ശക്തമായൊരു നിലപാടെടുക്കണം. അതുകൊണ്ട് നമുക്ക് CFC എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ടൊരു ചർച്ചയായിട്ട് കൂടേണ്ട ആവശ്യം എന്താ? വേറെ എത്രയോ ചർച്ചസും കാര്യങ്ങളൊക്കെ ലോകത്തുണ്ടായിരുന്നു. അവരും അവിടെയും ഇതൊക്കെ അല്ലേ പറയുന്നത്, അവിടെയും ഇതൊക്കെ അല്ലേ പറയുന്നത്. പക്ഷേ എന്നാൽ ഒരു പണത്തിൻ്റെ കാര്യത്തിലും ബൈബിളിലെ പല കാതലായ സത്യങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഒരു അഴകുഴമ്പൻ സമീപനം ഇല്ലാതെ ഒരു റാഡിക്കലായിട്ട് സമൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കാനും അങ്ങനെ കർത്താവിൻ്റെ ഒരു നിർമ്മല സാക്ഷ്യമാകാനും ഒക്കെ ആയിട്ടാണ് ദൈവം സാഗ്ബറിനെയും എൻബ്രദറിനെയൊക്കെ അന്ന് പൗലോസിനെയും ബർണബാസിനെയും വിളിച്ച് വേർതിരിച്ചത്. ശൗലിനെയും ബർണബാസിനെയും അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ വിളിച്ച് വേർതിരിച്ചതുപോലെ 1975 സാഗ്ബറിനെയും എൻബ്രദറിനെയൊക്കെ ദൈവം അന്ന് വിളിച്ച് വേർതിരിച്ച് അങ്ങനെയുള്ള സഭകൾ ലോകത്തെ പലയിടങ്ങളിലും സ്ഥാപിതമാകാൻ, ഇവിടെ നമ്മുടെ കായംകുളത്തൊക്കെ സ്ഥാപിതമാകാനായിട്ട് കർത്താവ് അങ്ങനെ ഇടയാക്കി തീർത്തത്. അപ്പം നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? ഇവിടെ എല്ലാവരും പോകുന്നു, അതുകൊണ്ട് നമ്മളൊരു ചർച്ചിൽ പോകുന്നു എന്നുള്ളൊരു ലാഘവത്തിലാണോ? അതോ നമ്മളെ
വിശ്വസിക്കുന്ന സത്യങ്ങൾ, അതിൻ്റെ മൂല്യം, അതിൻ്റെ നിലപാടുകൾ, അതിനെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊരു പാഷൻ, അതിനെക്കുറിച്ചൊരു എരിവും, അതിനെക്കുറിച്ചൊരു ബോധ്യവും കാര്യങ്ങളുമൊക്കെ നമുക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ പാടുന്നത് പോലെ എന്തോ കാര്യങ്ങളൊരു ചടങ്ങ് മാതിരിയൊക്കെ പോകുന്നു എന്നുള്ളതായിത്തീരും. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും, അന്ന് നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളൊരു കാര്യവും നമ്മളതിനെ ഒരുക്കാനും ഒരു നിർമ്മല മനസാക്ഷി സൂക്ഷിക്കാനും നമ്മളെ ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും കാര്യങ്ങളെല്ലാം സെറ്ററേറ്റ് ചെയ്യാനും ദൈവം മുമ്പാകെ കർത്താവ് നമ്മളിപ്പോൾ മരണത്തിൽ വിളിച്ചാലോ കർത്താവിൻ്റെ വരവ് എപ്പോൾ നടന്നാലും അവിടെ നമ്മളൊരു കർത്താവിൻ്റെ മുമ്പാകെ ലജിച്ച് പോകാതിരിക്കത്തക്കവണ്ണം ഒരു നിർമ്മല മനസാക്ഷിയുടെ എപ്പോഴും ആയിരിക്കാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, നന്ദി കർത്താവേ, നന്ദി. അവിടുത്തെ വചനത്തിലെ മുന്നറിയിപ്പുകൾക്കായിട്ടും വചനത്തിലെ എല്ലാ വിവരണങ്ങൾക്കായിട്ടുമല്ല ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. എത്ര കൃത്യമായിട്ട് പല കാര്യങ്ങളും കർത്താവെ അവിടുന്ന് പ്രവചനാത്മാവിലെ കർത്താവെ അവിടുന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതി വെച്ചിരിക്കുന്നു. നന്ദി കർത്താവെ. അവിടുത്തെ പുസ്തകത്തിനായിട്ട്, അതിൻ്റെ പ്രകാശനത്തിനായിട്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന പല റിസോഴ്സസായിട്ടെല്ലാം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളെ തന്നെയും അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ കീഴടക്കി തരുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു കർത്താവെ ക്രിസ്തീയത ഒരു ആദായം സൂത്രമാക്കാതെ കർത്താവെ, മറിച്ച് പണത്തിനെതിരെ, സ്നേഹത്തിനെതിരെ, ദിവ്യാഗ്രഹത്തിനെതിരെയൊക്കെ കർത്താവ് ഒരു നിലപാടെടുത്തുകൊണ്ട് കർത്താവ് അവിടുത്തെ മുമ്പാകെ സത്യസന്ധതയോടെ, കർത്താവ് നിർമ്മലതയോടെ, നിർമ്മല മനസാക്ഷിയോടൊക്കെ ആയിരിക്കാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. ഒരുക്കത്തോടായിരിക്കും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ഇവിടുത്തെ വചനത്തെ കൂടുതൽ വിലമതിക്കാനും ഇതിന് ആഴങ്ങളെ അറിയുവാനും കർത്താവെയൊക്കെ ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ളൊരു ദാഹം ഇതിനാൽ അവിടുന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതൃകയുടെ നാമത്തിൽ തന്നെ. ആമേൻ.